ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 54 റിവ്യൂ ആണ്. 54ാമത്തെ എപ്പിസോഡായി. എന്നിട്ടും വലിയ ആകാംക്ഷയൊന്നും തോന്നുന്നില്ല ലൈവ് കാണാനായിട്ട്. അത് നിരാശാജനകമായിട്ടുള്ള ഒരു സംഗതിയാണ്. കഴിഞ്ഞ സീസണിൽ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം രസമുള്ള കണ്ടന്റുകളൊക്കെ ആയി വന്നിരുന്നു. ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയില്ല, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഗെയിം അതിൻ്റെ ഒരു തുടർച്ച നാളെ പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് തന്നെ ലൈവിലേക്ക് പോയി നോക്കാനൊക്കെ ആൾക്കാർക്ക് ഒരു മടിയാണ്. കഴിഞ്ഞ സീസണിൽ അങ്ങനെയല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗെയിം പ്ലാൻ ഉള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പം ജുനൈസ് അഖിൽ മാരാർക്കെതിരെ എന്ത് കളിയായിരിക്കും ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. അതേപോലെ അഖിൽ പുതിയ എന്ത് സ്മാർട്ട് മൂവാണ് ഇവിടെ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ വിഷ്ണു ജോഷി, അഖിൽ മാരാർ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എങ്ങനെയായിരിക്കും നാളെ എന്ന ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് മറ്റേ ചലഞ്ചേഴ്സ് വരുന്നു, അവരെ ഇവർ ഡീൽ ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതേപോലെ ലൈവൊക്കെ മിസ്സായിട്ട് നിരാശ തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ലൈവ് ഞാൻ കേട്ടോണ്ട് ഇങ്ങനെ പോവുകയാണ് കഴിഞ്ഞ സീസണിൽ, മാണിക്കക്കല്ല് ടാസ്ക്. അതിങ്ങനെ കേട്ടോണ്ടാണ് പോകുന്നത്, കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പോൾ അങ്ങടേക്ക് ഇത് കേട്ടോണ്ട് പോവാണ്. അപ്പോൾ അവിടെ നല്ല രസമുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. അത് മിസ്സായിട്ട് വിഷമം തോന്നി. പിന്നീടാണ് അതിൻ്റെ ആ ഒരു രസമൊക്കെ കണ്ടത്. നൈസായിട്ട് വന്ന് അനിയൻ മിഥുൻ സാധനം അടിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള ടാസ്കുകൾ ഈ സീസണിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ മാണിക്കക്കല്ല് ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും ഒരു കിടിലൻ ടാസ്ക്കാണ്. എല്ലാ തവണയും നമുക്ക് ഓർമ്മ വരുന്ന ഒരു ടാസ്ക്കാണ്. അതിനിടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. മറ്റേ ജുനൈസ് മാണിക്കക്കല്ലുമായിട്ട് നിൽക്കുന്ന സമയത്ത്, ജുനൈസ് താങ്കളുടെ കയ്യിലുള്ളത് ഒറിജിനൽ മാണിക്കക്കല്ലല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ട്വിസ്റ്റൊക്കെ നിറഞ്ഞിട്ടുള്ള ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. സീസൺ 6 അങ്ങനെയൊന്നുമില്ല, കണ്ടിന്യൂറ്റി ഇല്ല. എല്ലാ ആൾക്കാരും ഇന്ന് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്ത് ടാസ്കുകളായിരിക്കും ബിഗ് ബോസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടാവും. മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം ഭക്ഷണം ഉണ്ടാക്കുന്ന കുറേയധികം പരിപാടികൾ, അതിനിടയ്ക്ക് ഈ കിച്ചൺ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട വാക്തർക്കങ്ങൾ, ജിൻഡോ എന്തെങ്കിലും ഒരു വള്ളി ഉണ്ടാക്കുന്നു, നോറ കരയുന്നു, ഗബ്രി കുറച്ച് ഷോ ഓഫ് ഇടുന്നു, ജാസ്മിനോട് ആരെങ്കിലും ഉടക്കുന്നു, അതിനുശേഷം ഒരു ഗെയിം വരുന്നു, ഒരു ആക്ടിവിറ്റി വരുന്നു, അവരത് ചെയ്യുന്നു. അതിനുശേഷം മറ്റേ പവർ റൂമിലേക്കുള്ള ഒരു ചലഞ്ച്, അത് പിന്നെ ഒരു സ്പോൺസേഡ് ടാസ്ക്, പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും വരാനില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും എങ്ങനെയാണ് ഓരോ ദിവസം അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പ്രഡിക്റ്റ് ചെയ്യാം. അതിൽ വ്യത്യസ്തത ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത കാണണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ ലൈവിലേക്ക് അത്രയധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പിടിച്ചിരുത്തുന്ന സംഭവം ഇതിനകത്തില്ല. എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു താളത്തിലങ്ങ് പറഞ്ഞു പോവാം. അല്ലാതെ മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കാൻ സാധ്യതയുണ്ട്. 1983 നെഞ്ചിലെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ഉണർത്തുപാട്ട്. ഭയങ്കര മോട്ടിവേഷനൊക്കെ തരുന്ന ഒരു സോങ് ആണ്. പക്ഷേ ജാസ്മിനൊക്കെ അവിടെ വെറുതെ ഒരു മോട്ടിവേഷനും ഇല്ലാതിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഈ വീക്കെൻഡിൽ യാതൊരു മോട്ടിവേഷനും ഇല്ല എന്ന് തോന്നുന്ന അൻസിബ മോർണിംഗ് സോങ് കേൾക്കുന്ന സമയത്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. അത്ര ഗംഭീരമായിട്ട് മോർണിംഗ് സോങ്ങിന് ചുവട് വയ്ക്കുന്ന വേറൊരു കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല. ജിൻഡോ പിന്നെ മറ്റേ ഇൻസ്റ്റഗ്രാമിലെ ചേട്ടന് വെല്ലുവിളിയാണ്. ഒരു സോങ് വരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുമല്ലേ, അപ്പോൾ അയാൾക്കൊരു വെല്ലുവിളിയാണ് ജിൻഡോ കുറേ സ്റ്റെപ്പ് അങ്ങനെ ഇടും. രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. കുറച്ചൊക്കെ, എല്ലാ സമയത്തും അത്ര രസമൊന്നുമല്ല. ഡിസ്നി പ്ലസ് ഫാൻ കോൺടെസ്റ്റിന്റെ ഭാഗമായി ജിൻഡോ ആൻഡ് നോറ കയറുകൊണ്ട് ബന്ധിതരായിരിക്കുകയാണ് ഇന്ന് കുറേയധികം സമയം. കഴിഞ്ഞ തവണ അത്രയധികം സമയം കൊടുത്തില്ല. ഇന്ന് ഇവരുടെ ഈ ഒരു കണ്ടന്റ് മേക്കിംഗ് കണ്ടിട്ടായിരിക്കണം ബിഗ് ബോസ് ഒത്തിരി അധികം സമയം കൊടുത്തു. നോറയ്ക്ക് ജാസ്മിൻ അല്ലേ മറ്റേ പേരിട്ടത്, വിക്ടിം നോറ. വിക്ടിം നോറയുടെ ഗെയിം ആയതുകൊണ്ട് ഈ കയറുകൊണ്ട് ബന്ധിതമാവുന്ന സമയത്ത് ജിൻഡോയെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നോറ ഉദ്ദേശിക്കുന്നില്ല. നോറയുടെ സ്ഥിരമായിട്ടുള്ള ഗെയിം എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. എന്താണ്? വിക്ടിം, കയറുകൊണ്ട് കൈ മുറിയുക, ചോര വരിക, പാട് വീഴുക. അപ്പം ആ ഒരു സാധനം ഇട്ടിട്ട് സഹതാപം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ അതുമല്ല നോക്കുന്ന ഒരു മച്ചാനാണോ? ജിൻഡോ അതിൻ്റെ ഇടയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ്. പിന്നെ ഇവർ രണ്ടുപേരും ഒരേ സ്റ്റൈലിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. എല്ലാ ദിവസവും ഇവരുടെ അടുത്ത് ഈ തരത്തിലുള്ള സാധനമായിരിക്കും വരുന്നതെന്നുള്ളത് നമുക്ക് 100% അറിയാം. അപ്പോൾ ഇതിനകത്ത് നോറയ്ക്ക് ജിൻഡോയുടെ ഒരു കണ്ടന്റ് മേക്കിംഗ് തീരെ പറ്റുന്നില്ല. നോറയ്ക്ക് അസൂയം കുശുമ്പൊക്കെ തോന്നുന്ന സമയത്ത് ഒരു ചിരിയുണ്ട്. ഇങ്ങനെ ചിരിച്ചിട്ട് എന്നെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു, സ്പേസ് എടുക്കുന്നു, ഞാൻ മിണ്ടില്ല എന്ന് പറയുന്ന ഒരു ചിരിയുണ്ട്. അപ്പോൾ ആ ഒരു ചിരി ജിൻഡോയുടെ അടുത്ത് നമ്മൾ കണ്ടതാണ്. ജിൻഡോ അത്യാവശ്യം സ്പേസ് എടുക്കുന്നുണ്ട്, പക്ഷെ ബോറിംഗ് ആണ്. ശരണ്യയും ശ്രീരേഖയൊക്കെ അവിടെ ഇരുന്നിട്ട് ഗെയിം അനലൈസ് ചെയ്യുന്നുണ്ടല്ലേ, പുറത്തത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അത് അങ്ങനെയല്ല കളിക്കേണ്ടത്, ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ശരിയാണ്, സായി പറഞ്ഞതുപോലെ കയറൊക്കെ കൊണ്ട് നോവാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ നിങ്ങൾ ഗെയിമായിട്ട് അതിനെ നോക്കി കാണണം, അത് കളിക്കണം. നോറയ്ക്ക് വേണമെങ്കിൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാം. നോറ എന്ന് ഈ വിക്ടിം ഗെയിം ഇറക്കേണ്ട ആവശ്യമില്ല. കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിന് തീരെ അങ്ങോട്ട് പറ്റണില്ല. എല്ലാം കൂടെ വെട്ടിക്കൂട്ടി പുഴുങ്ങിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് പലപ്പോഴും ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്.
ജാസ്മിന് ഈ പണിയെടുക്കുന്ന പരിപാടി തീരെ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി നടക്കുന്നതും ജാസ്മിന് തീരെ പറ്റുന്നില്ല. മൊത്തത്തിൽ തൃപ്തിയില്ല. ജാസ്മിൻ ഈ കിച്ചൺ കാര്യത്തിൽ അത്രയധികം തൃപ്തിയൊന്നുമില്ല. ഒരാൾക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനോടൊന്നും വലിയ മമതയൊന്നുമില്ല. വേറെ പല പല പരിപാടികളുണ്ട്. ജാസ്മിൻ രതീഷിനോടും ചൂടാവുന്നുണ്ട്. ഗസ്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കണം എന്നൊക്കെയാണ് പറയുന്നത്. റസ്മിൻ പറയുന്നത് 2 ദിവസം കൊണ്ട് പോയിക്കോളും എന്നൊക്കെ ഉള്ളതാണ്. പല ആളുകൾക്കും രതീഷിനെ അങ്ങോട്ട് പറ്റണില്ല. പക്ഷേ ഈ ദിനങ്ങളിൽ രതീഷ് അത്ര പ്രശ്നക്കാരനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. കാരണം ബിഗ് ബോസ് ഹൗസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പരാതിയും പരിഭവം പറഞ്ഞ് മറ്റേ വിക്ടിം കാർഡ് ഇറക്കിയൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇറിറ്റേഷനൊക്കെ തോന്നും. അപ്പോൾ അത് അയാളുടെ ഗെയിമാണ്. അപ്പോൾ അയാളെ എത്രയും പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള വലിയ പ്ലാനൊന്നുമില്ല, മനസ്സിലൊരു ആഗ്രഹം, അതാണ് കണ്ടസ്റ്റൻസിനുള്ളത്. വരുന്ന ആഴ്ച ക്യാപ്റ്റനാണ് കൂടുതൽ പവർ. ഈ ആഴ്ചത്തെ ഗെയിമെല്ലാം ആ ഒരു ക്യാപ്റ്റൻസിക്ക് വേണ്ടി ഉള്ളതായിരുന്നു. അവസാനം ടണൽ ടീം മാത്രമാണ് മത്സരിക്കാനുള്ളത്. ടണൽ ടീമിനകത്തുള്ള ആളുകൾക്കിടയിലെ മത്സരമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്. ഒരു ഓവറുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുക്കുന്ന കണ്ടസ്റ്റന്റിന് ക്യാപ്റ്റനായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ടണൽ ടീമിനകത്തൊരു പ്ലാൻ ഉണ്ട് നോറയെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയുള്ളത്. നോറ ഒരെണ്ണമെങ്കിലും എറിഞ്ഞ് കൊള്ളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എറിഞ്ഞ് കൊള്ളിക്കാതിരിക്കാം എന്നൊക്കെ ഉള്ളതാണ് അവരുടെ പ്ലാൻ. പക്ഷെ എന്ത് ചെയ്യാം, നോറയ്ക്ക് തീരെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. റസ്മിൻ ഒരെണ്ണം എറിഞ്ഞ് കൊള്ളിക്കുന്നുണ്ട്. അഭിഷേക് മാക്സിമം എറിഞ്ഞ് കൊള്ളിക്കാതിരിക്കാൻ നോക്കി, അദ്ദേഹം അതിൽ വിജയിച്ചു. ഋഷി എറിഞ്ഞ 3 പന്തുകൾ വിക്കറ്റ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ക്യാപ്റ്റൻ ആവാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓഫറാണ് അദ്ദേഹത്തിലേക്ക് വന്നത്. എന്താണെങ്കിലും ആർക്കാണ് ഒരു മാറ്റിപ്പിടിക്കൽ ആഗ്രഹമില്ലാത്തത്? അപ്പോൾ ഋഷിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഋഷി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നറിയാനായിട്ട് എനിക്കും വലിയ ആകാംക്ഷയൊക്കെ ഉണ്ട്. ഇതിനുശേഷമാണ് ഏറ്റവും രസകരമായിട്ടുള്ള മണി ട്രിക്ക് ഉണ്ടായിരുന്നത്. മണി ട്രിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റേ മണി തലയിൽ കെട്ടി വെച്ചിട്ട് അത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടാവുന്ന ഒരു പരിപാടി. അപ്പോൾ ആദ്യഘട്ടമൊക്കെ വളരെ നൈസായിരുന്നു. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഇറിറ്റേറ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ മണി എടുപ്പിച്ച് കഴിഞ്ഞാൽ അവരെ ഔട്ടാക്കാം. ആദ്യം ഇത് ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് രതീഷാണ്. ഔട്ടാവുന്ന മുറയ്ക്ക് ആളുകൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുചേരാം. അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒറ്റക്കാലിൽ നിൽക്കണമെന്നൊക്കെ ആയി. അപ്പോൾ നോറ ദ ഗെയിമർ ഒറ്റക്കാലെന്ന് പറയുന്നത് 2 കാലുകൾ ചേർത്ത് ഒന്നാക്കിയൊക്കെ നിൽക്കുന്ന ഒരു പരിപാടി ചെയ്തു. അത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. കാരണം ഒരു കാല് ജസ്റ്റ് മറ്റൊരു കാലിൻ്റെ പുറത്ത് കയറ്റി വെച്ചിട്ട് നിന്നു. പക്ഷെ അത് ആരും പിടിച്ചില്ല. ജാസ്മിൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, രതീഷ് ശ്രദ്ധിക്കുന്നില്ല. രതീഷ് ആണെങ്കിലും മറ്റേ ശ്രീതു ഒറ്റക്കാലല്ല എന്നും പറഞ്ഞ് അവിടെ പോയി വൻ വിഷയം. ശ്രീതു ഒറ്റക്കാലാണ് നിന്നത്. ഒറ്റക്കാലിലെ തപസ്സൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ശ്രീതു എന്നതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഗബ്രി ആദ്യമൊക്കെ ഒരു കോർണറിൽ ഇരിക്കുകയായിരുന്നു, പിന്നീട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ ആൾക്കാരും ഔട്ടായി പോവുകയാണ്. അവസാനം നോറ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി. അങ്ങനെ നോറ വിജയിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗബ്രി ഉണ്ട്. ഗബ്രി ഒന്നും വിട്ടുകൊടുക്കാൻ റെഡി അല്ലല്ലോ. മണി അടിച്ചാൽ പോലും അത് വേറെ ആരുടെങ്കിലും മണിയാണ്, തൻ്റെ മണിയല്ല എന്നൊക്കെ പറയാനായിട്ട് ഒരു മടിയില്ലാത്ത ഒരു മനുഷ്യനാണ് ഗബ്രി. ശ്രീതു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്. അങ്ങനെ ഗബ്രി ഔട്ടാവുന്നുണ്ട്. ശ്രീതുവിൻ്റെ ഒരു ഗെയിം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. വേറെ മറ്റേ വലിയ പ്ലാനും പരിപാടിയൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ട് ഓരോ മൊമെൻറ്റിലും ഏറ്റവും മനോഹരമായിട്ട് അങ്ങോട്ട് ചെയ്യുക. വലിയ പ്ലാനൊന്നുമില്ല, ഒറിജിനലായിട്ട് അങ്ങ് നിൽക്കുക. ഭയങ്കര സേഫായിട്ട്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇമോഷണലായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. തൻ്റെ ഒരു ക്യാരക്ടർ ഒരു പരിധിയിൽ കൂടുതൽ ഓഡിയൻസിന് ജഡ്ജ് ചെയ്യാൻ ഇട്ട് കൊടുക്കാതെ വളരെ സേഫായിട്ട് ഗെയിമിനകത്ത് നിന്ന് പുറത്തേക്ക് അധികം പോവാതെ കളിക്കുന്ന പരിപാടിയാണ്. അതിപ്പോൾ അർജുൻ്റെ അടുത്തുള്ള ഒരു ഡീലിങ്ങിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഭയങ്കര നൈസായിട്ടുള്ള ഒരു ഗെയിം അപ്രോച്ചാണത്. ഇതുപോലൊരു ടോക്സിക് റിയാലിറ്റി ഷോയിൽ അതാണ് വലിയ കുഴപ്പമില്ലാത്തൊരു അപ്രോച്ച് എന്ന് എനിക്ക് ഈ ദിവസങ്ങളിൽ തോന്നാൻ തുടങ്ങി. അല്ലാതെ ഓവറായിട്ട് പ്രേക്ഷകർക്ക് കണ്ടന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് കണ്ടന്റ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പ്രേക്ഷകരെടുത്ത് ജഡ്ജ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് പാളിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു ഗെയിമൊക്കെ വന്ന് ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ ഇവരെ നെഗറ്റീവാക്കി വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രീതുവിൻ്റെ ഒരു അപ്രോച്ചാണ് നല്ലത്. വളരെ സേഫായിട്ട് നോക്കി കളിച്ചു പോവുക. അത് മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ വേറെ ഒരു ഗെയിം കളിച്ചിട്ട് അവർ നെഗറ്റീവ് ആക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീധുവിൻ്റെ ഒരു അപ്രോച്ച് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിതിനെ ആ ഒരു ബിഗ് ബ്രദർ ഫോർമാറ്റ് വെച്ചിട്ടല്ല ഇപ്പം റിവ്യൂ ചെയ്യുന്നത്. അങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് വേറെ ഒരു രീതിയിലാണ് ഈ സാധനം വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഏഷ്യാനെറ്റിലെ ഒരു റിയാലിറ്റി ഷോയുടെ ഫോർമാറ്റാണ്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ റിവ്യൂ ചെയ്താൽ ഇനി നമുക്ക് ഇതിൻ്റെ ഗെയിം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. റിയാലിറ്റി ഷോ എങ്ങനെ ഒരു സീരിയലാക്കി മാർക്കറ്റ് ചെയ്ത് വൈകിട്ട് ഒരു അരമണിക്കൂർ കാണിക്കാം എന്നുള്ളതിൻ്റെ ഒരു രീതിയിൽ വേണം ഇനി നമ്മളിതിനെ നോക്കി കാണാനായിട്ട്. ഗെയിമൊക്കെ വിട്ടേക്കാം, അല്ലാതെ വേറെ സംഗതികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഗെയിമിന് വലിയ പ്രാധാന്യം ഇല്ലാത്തത്. ഇതിൽ മറ്റേ കരച്ചിലും പിടിച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ബിഗ് ബോസ് അന്നേ ഇന്ന് ഗെയിം ഉണ്ട് കേട്ടോ, ക്യാമറ അങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചേക്ക്, അവർ സംസാരിക്കട്ടെ, വൈകിട്ട് വരെ ഇരുന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്.
ഇതിനകത്ത് ഗെയിമിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതാണ് ഗെയിം. ഇവിടെ മറ്റേ വിക്ടിം, സെക്സ്, വയലൻസ് എന്ന് പറയുന്ന ഒരു മൂഡാണ്. ഇവരുടെ അനുഭവ കഥകൾ അങ്ങനെ എല്ലാം അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.